welcome to my new video travel with Neethu. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ പോളണ്ടിലെ സക്കോപേൻ എന്ന് പറഞ്ഞൊരു വില്ലേജ് സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ അക്കോമഡേഷൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്ലേസാണ് സക്കോപേൻ. പോളണ്ടിലെ ആൾക്കാരൊക്കെ മഞ്ഞ് കാണാനോ സ്നോ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന ഒരു കൊച്ചു വില്ലേജ് സൈഡാണ് സക്കോപേൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൽപ്സ് ഒക്കെ കാണാമല്ലേ. അപ്പോൾ കുറേ ആൽപ്സ് ട്രീസും മൗണ്ടെയിനും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വില്ലേജാണ്. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ സൈഡിൽ മൊത്തം താത്രാസ് മൗണ്ടെയിൻ ആണ് കേട്ടോ. പോളണ്ടിൻ്റെ പോളിഷ് താത്ര മൗണ്ടെയിൻസിൻ്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി അധികം സ്നോ കാണാം അല്ലേ. മുന്നത്തെ വീഡിയോയിൽ അത്ര ഇല്ല. നമ്മൾ 4 ഡേയ്സാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഭയങ്കരമായിട്ട് മഞ്ഞായിരുന്നു. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഒരുപാട് സ്നോ പെയ്തിട്ട് രാവിലെ ആയപ്പോൾ ഫുള്ളിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെയൊക്കെ റൂഫ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കവറായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഫ്രോസണായിട്ട് മഞ്ഞ് വീണ് ഭയങ്കര ലെയേർഡായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു സ്നോ ഉള്ള ദിവസത്തെ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വെറ്റ് സ്നോ ആണ്. അപ്പോൾ വെറ്റ് സ്നോ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ മരങ്ങളിലൊക്കെ ആ ഒരു വൈറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇങ്ങനെ മഞ്ഞ് വീണ് പതിയെ ആ ഒരു ഇലകളിലും ചെടിയിലും ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ട്രീസൊക്കെ ഒരു ഗ്രീൻ ട്രീസൊക്കെ നല്ല വൈറ്റ് ട്രീസായിട്ട് തോന്നും. നല്ല രസമാണ് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. അതേസമയം ഡ്രൈ സ്നോ ആണെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. നമുക്കിങ്ങനെ ഫ്ലോറിലും കുറച്ച് ഏരിയാസിലൊക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ തരിതരൂന്നായിരിക്കും ഇരിക്കുക ഡ്രൈ സ്നോ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ വെറ്റ് സ്നോ ഉള്ള സമയത്താണ് നമുക്ക് കുറേ കൂടി കാണാൻ രസം ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ കാറിലൊക്കെ സ്നോ ആയിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ കാറ് ക്ലീൻ ചെയ്തിട്ട് വേണം രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു എയർബിഎൻബിയുടെ അക്കോമഡേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്ലേസസിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹോട്ടൽ ചൂസ് ചെയ്യാണ്ടും നമ്മൾ എയർബിഎൻബി അക്കോമഡേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റും പോലത്തെ നല്ല ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇതുപോലത്തെ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹോട്ടൽസ് കൂടുതലും സിറ്റിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ താമസിച്ച ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു എയർബിഎൻബി ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ സൂപ്പറായിട്ടുള്ള ഒരു ലോൺ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ വിൻ്ററിൽ വന്നു കഴിഞ്ഞാലും സമ്മറിൽ വന്നു കഴിഞ്ഞാലും നല്ല രസമാണ്. കാരണം സമ്മറിലാണെങ്കിൽ നമുക്കിവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുള്ള് മഞ്ഞ് കൂടി കിടക്കുന്ന ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഇതുപോലത്തെ ചെറിയൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതിനകത്തേക്ക് ഇരുന്നിരുന്നു. പക്ഷെ നമുക്ക് വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ സമ്മറിലെ പോലെ പുറത്തുള്ള ഇതുപോലത്തെ ഏരിയാസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം തണുപ്പായതുകൊണ്ടും ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സക്കോപേനിലെ സാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ഉയരത്തിലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ പോവുക. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു പോകാനും നമുക്ക് നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൗണ്ടെയിൻ്റെയും നല്ല അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഹൗസിൻ്റെ ഏരിയയിലെ ബാക്ക് സൈഡിലെ ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഗ്രീൻ ട്രീസൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. തണുപ്പായതുകൊണ്ട് തന്നെ പുറത്തൊന്നും അധികം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു ഏരിയ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്ത് കുറച്ച് സമയം പുറത്തൊക്കെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എയർബിഎൻബി അക്കോമഡേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് ഓഫ് സ്റ്റേയിങ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ചില വില്ലേജ് സൈഡിലേക്കൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് ഒരുപാട് ഹോട്ടൽസ് ഉള്ള ഏരിയാസ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ജർമ്മനിയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും ഓസ്ട്രിയ ഇവിടെയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ പോയപ്പോഴും ചില വില്ലേജ് സൈഡിലൊക്കെ വരുമ്പോഴും ചിലപ്പോൾ 4-5 ഹോട്ടൽസൊക്കെ സിറ്റിയിലുണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്കത് അത്ര എക്സൈറ്റിംഗ് ആയിരിക്കില്ല. ഇതുപോലത്തെ അക്കോമഡേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഫെസിലിറ്റീസും കിട്ടും. അപ്പോൾ ഇത് വിൻ്റർ ആണെന്നുണ്ടെങ്കിലും ഈ ഊഞ്ഞാലിൽ കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ രസമാണ് കേട്ടോ. പക്ഷേ വെറ്റ് സ്നോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോത്തൊക്കെ ഭയങ്കരമായിട്ട് വെറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല തണുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക സമയം പുറത്തിരിക്കാൻ പറ്റില്ല. എന്നാലും ഇവിടുത്തെ ഈ ഊഞ്ഞാലും ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ കുറച്ച് സമയം എനിക്ക് ഇരിക്കാൻ തോന്നി. ഇനിയിപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡേഴ്സും കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല. എവിടെയാണ് കുഴിയെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ രസമാണ് കാണാൻ ഇവിടുത്തെ കാഴ്ചകൾ.
അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ സ്നോ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വെറ്റ് സ്നോ കാണാൻ പറ്റില്ല. പക്ഷേ റോഡ് ഭയങ്കരമായിട്ട് ഐസായിട്ട് കിടക്കുകയാണ്. ശരിക്കും ആ മഞ്ഞ് അങ്ങനെ കൂടി കിടന്നിട്ട് അതിങ്ങനെ ഭയങ്കര ഫ്രോസനായിട്ട് തെന്നുന്ന രീതിയിൽ ഒരു ഐസ് പോലത്തെ രീതിയിലായിക്കാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം, അവിടെയും കുറേ ഹൗസസ് ഉണ്ട്. പക്ഷേ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വണ്ടിയൊക്കെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മേളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി ഓൾറെഡി ഒരു തവണ മഞ്ഞിൽ കുടുങ്ങിയതാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡേഞ്ചറസും ആണ്. പിന്നെ അതായത് ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ദൂരത്തൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് കുഴി എവിടെയാണെന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഇവിടെ നിന്നാലുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതാപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ ഫുള്ള് കാണാൻ പറ്റും. ബാക്ക് സൈഡിൽ ആ വീടുകളും സൈഡിൽ മൗണ്ടെയിനൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് ആ ഒരു മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ, കുറച്ച് ദൂരെയായിട്ട്. ഇത് താത്ര മൗണ്ടെയിൻസ് ആണ്. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ സാബിൽ സ്റ്റേ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഉയരത്തിലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈ മൗണ്ടെയിൻസ് ഒക്കെ ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടുത്തെ ഈ ഒരു മൗണ്ടെയിൻസ് ഒക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ സമ്മർ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടുത്തെ മൗണ്ടെയിൻസൊക്കെ ഭയങ്കര ഗ്രീനിഷായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഹോട്ടലിൻ്റെയും എയർബിഎൻബിയുടെയും റേറ്റിൽ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറേ കൂടി കംഫർട്ടബിളായിട്ട് ഇങ്ങനത്തെ അക്കോമഡേഷൻസിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര സ്നോ കൂടുതലായിരുന്നു 1-2 ദിവസങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഡ്രോൺ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന കാണാൻ പറ്റും. ഭയങ്കര ഫോഗുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റൂഫൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ രസമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ നമ്മൾ ഇത്തവണ കാറിൽ ഒരു ഓൺ റോഡ് ട്രിപ്പാണ് വന്നത്. അപ്പോൾ കാറിൽ ഇതുപോലത്തെ വിൻ്റർ ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തായിരുന്നാലും സ്നോ ചെയിൻ എന്തായിരുന്നാലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് വിൻ്റർ ടയറൊക്കെ ആണെങ്കിൽ പോലും ചില ഐസി റോഡ്സിലൂടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്നോ ചെയിൻ നിർബന്ധമായിട്ടും വേണം. എവിടെയെങ്കിലും റോഡ് സേഫ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് വണ്ടി ഇറക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. നമുക്ക് വണ്ടി മുകളിലേക്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഓൺ റോഡ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ വിൻ്റർ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കോമഡേഷൻ ഏരിയയിൽ നിന്ന് നമ്മളിനി പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാം കേട്ടോ. നമുക്ക് 2 സൈഡിലും ഇതുപോലത്തെ കുറേ അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഹൗസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഹോം സ്റ്റേ, എയർബിഎൻബി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രസമാണ് നമുക്കിവിടെ എവിടെ വന്നു കഴിഞ്ഞാലും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് നേരത്തെ കണ്ട പോലെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കൊച്ചു റോഡാണ് ഇത്. ശരിക്കും ടാറൊക്കെ ഇട്ട് റോഡാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വണ്ടികൾ പോകുന്നൊരു റോഡായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. അതേസമയം ഉള്ളിലേക്കുള്ള റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് റോഡ് നമുക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങരുത്. കാരണം നമുക്ക് റോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകുന്തോറും നമുക്ക് ഇതാ 2 സൈഡിലും ഇതുപോലത്തെ ഹൗസസും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പ് ഏരിയയിൽ നിന്ന് താഴേക്ക് എത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് അപ്പ് ഹിൽ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് പോവുക. 2 സൈഡിലും വീടുകളാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഒരു കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സക്കോപ്പൈനിൽ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. 2 സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും ചെറിയ സൂപ്പർ മാർക്കറ്റ്സും ഷോപ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സക്കോപ്പൈനിൽ വരികയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ തെർമൽ ബാത്ത് ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സക്കോപ്പൈനിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തെർമൽ ബാത്ത് ഏരിയ എന്ന് പറയുന്നത് ചൊക്കോലോവ്സ്ക തെർമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തെർമൽ ബാത്ത് ഏരിയ ആണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ 40 പൂൾസാണുള്ളത്. ഇൻഡോർ പൂൾസും ഔട്ട്ഡോർ പൂൾസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു തെർമൽ ബാത്ത് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇത് ഇവിടുത്തെ ഔട്ട്ഡോർ ഒരു തെർമൽ പൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് 38 ഡിഗ്രി ഹീറ്റായിട്ടുള്ള വെള്ളമാണ്. പക്ഷെ പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -4 -5 ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല രസമാണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോഗ് കാണാൻ പറ്റുന്നില്ലേ, അത് കാണുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുറത്തുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് 4 ഡിഗ്രി -4 -5 ഒക്കെയാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് 38 കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് മനസ്സിലാവില്ല. ഇതിപ്പോൾ രാത്രി സമയമായതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റാത്തത്. നമ്മളൊരു ഹാഫ് ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഉച്ച സമയത്തൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ കൂടുതലും ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ അടിപൊളി സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ. അപ്പോൾ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതാ കണ്ടോ, ഇവിടുത്തെ ഈ ഒരു കൗണ്ടറിൽ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം, വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ അത്രയും റിലാക്സിങ് ആയിട്ടുള്ളൊരു സൂപ്പർ പൂൾ തന്നെയാണിത്. അപ്പോൾ ഇവിടേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 hours 4 hours ഫുൾ ഡേ മൾട്ടി എൻട്രി അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടി എൻട്രിയിൽ ഒരു ഫുൾ ഡേ ആണ് നമ്മളിവിടുത്തെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 euros to 60 euros നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും വർത്താണ്. മറ്റുള്ള ഏത് പ്ലേസിൽ പോയാലും ഒരുപാട് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പോളണ്ട് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസൊക്കെ നമുക്ക് വളരെ കുറച്ച് റേറ്റിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ട ഒരു തെർമൽ പൂൾ ഏരിയയുടെ തന്നെ ഹോട്ടൽ ഏരിയ ആണത്. അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് പോയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.